Good morning. Welcome to our online class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ 3 ചാപ്റ്റർ നമ്മുടെ തീർത്തു. സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആൻഡ് ട്രിഗ്നോമെട്രിക് ഫങ്ഷൻസ്. അപ്പോൾ ഈ ഒരു 3 ചാപ്റ്റർ തീർന്നു. ട്രിഗ്നോമെട്രിക് ഫങ്ഷൻ എന്ന് പറയുന്നത് ഇത്തിരി ടഫാണെന്ന് തോന്നിയില്ലേ? പക്ഷെ അതിൽ ഒരുപാട് ഐഡൻറ്റിറ്റീസ് പഠിക്കാനുള്ളത് കൊണ്ടാണ് അത്രമാത്രം ടഫൊന്നുമില്ല. എന്തായാലും അത് 3 കഴിഞ്ഞു. എഗൈൻ ഒരു ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 4ാമത്തെ ചാപ്റ്റർ, ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. എന്താണ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ? നമ്മളൊരു ഡിഡക്റ്റീവ് മെത്തേഡ്, ഇൻഡക്റ്റീവ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് എക്സാമ്പിളുകളിൽ നിന്നുമാണ് അല്ലെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങളിൽ നിന്നുമാണ് നമ്മൾ അതിനെ ഒന്ന് ജനറലൈസ് ചെയ്യുന്നത്, അല്ലേ? ചിലതാണെന്നുണ്ടെങ്കിൽ ജനറലൈസ് ചെയ്ത ഒരു കാര്യത്തിനെ അതിൽ നിന്നുമാണ് നമ്മൾ ഒരുപാട് ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആയി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ജനറലൈസേഷൻ, അതായത് ഇൻഡക്ഷൻ മീൻസ് ദ ജനറലൈസേഷൻ ഫ്രം പർട്ടിക്കുലർ കേസസ് ഓർ ഫാക്ട്സ്. ഒരുപാട് കേസിൽ നിന്നോ ഫാക്റ്റ് ഇതിൽ നിന്നോ ജനറലൈസ് ചെയ്യുന്നതിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഒരുപാട് ഉദാഹരണം. അപ്പോൾ നമ്മുടെ ഒരു ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ, അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പിൽ, അതായത് ഡിഫറെൻറ്റ് ടൈപ്പല്ല, വലുപ്പത്തിലുള്ള നമ്മൾ റെക്റ്റാങ്കിൾ എടുക്കുന്നു. ദെൻ അതിൻ്റെ ലെങ്ത്തും എന്താ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്, അല്ലേ? നമ്മൾ 5th എങ്ങാനും പഠിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരുപാട് പല പല സൈസുകളിലുള്ള ഡിഫറെൻറ്റ് സൈസിലുള്ള റെക്റ്റാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ അളന്ന് നോക്കി തന്നെ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അതന്നെ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, അല്ലേ? ആ ഒരു അതിൽ കൊള്ളുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് എക്സാമ്പിളുകളിലൂടെ നമ്മളതിനെ ജനറലൈസ് ചെയ്യണം. ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അത് നമ്മൾ ആദ്യം തന്നെ അതങ്ങനെ അങ്ങോട്ട് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതല്ല. അതിന് കറക്റ്റായിട്ടുള്ള അതൊരു പ്രൂവ് ഉണ്ട്. അത് പ്രൂവ് ചെയ്തിട്ടാണ് ഇങ്ങനെയാണ് ലെങ്ത്തിനെ ബ്രെഡ്ത്ത് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, അതിൻ്റെ ഏരിയ കിട്ടുന്നത് എന്ന് മുന്നത്തെ ആൾക്കാർ, നമ്മളല്ല. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ പിടിക്കണം. അപ്പം റെക്റ്റാങ്കിൾ ആയാലും സ്ക്വയർ ആയാലും, സ്ക്വയറിന് അപ്പം എങ്ങനെയാണ് വരുന്നത്? ഏരിയ ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്താണ്. സ്ക്വയറിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഈക്വലാണ്. അതുകൊണ്ടാണ് നമുക്ക് ഏരിയ ഓഫ് ദ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ വന്നത്. എ ഇസ് ദ സൈഡ്, അല്ലേ? അപ്പോൾ എ ഇൻറ്റു എ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ലെങ്ത്തും എ ബ്രെഡ്ത്തും എ, അങ്ങനെയാണ് ഏരിയ ഈക്വൽ ടു എ സ്ക്വയർ എന്ന് വന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നമ്മളത് പ്രൂവ് ചെയ്തു. ഇതിനെയാണ് ഇങ്ങനെ എക്സാമ്പിളുകളിലൂടെ ജനറലൈസ് ചെയ്യുന്നതിനെയാണ് എന്താണ് പർട്ടിക്കുലർ ജനറലൈസേഷൻ ഫ്രം പർട്ടിക്കുലർ കേസസ് ഓർ ഫാക്ട്സ്. അതിനെയാണ് ഇൻഡക്ഷൻ അഥവാ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ മാത്തമാറ്റിക്സിൽ ഒരുപാട് പ്രിൻസിപ്പിൾ തിയറംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് പ്രൂവ് ചെയ്തത്. ഒരുപാട് തിയറംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഈ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷനിൽ എങ്ങനെയൊക്കെയാണ് നമ്മളിപ്പം ഇതിനെ ഇങ്ങനെ ജനറലൈസ് ചെയ്യുന്നത് നോക്കാം. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് 3 കാര്യമാണ് പറയുന്നത്. ഒന്ന് നോക്കൂ. ഫസ്റ്റ്, സപ്പോസ് ദർ ഇസ് എ ഗിവൺ സ്റ്റേറ്റ്മെന്റ് പി ഓഫ് എൻ. ഏതൊരു സ്റ്റേറ്റ്മെന്റ് തരട്ടെ, സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടാവുന്നത്. അതിനെ നമ്മൾ പി ഓഫ് എൻ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അതാ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് പി ഓഫ് എൻ ഇൻവോൾവിംഗ് ദ നാച്ചുറൽ നമ്പർ എൻ. അതിൽ നാച്ചുറൽ നമ്പർ എൻ ഉണ്ട്. സച്ച് ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ എൻ ഈസ് ഈക്വൽ ടു 1. ആ സ്റ്റേറ്റ്മെന്റ് ആദ്യം എന്ത് നമ്മൾ ചെയ്യണം? ഫോർ എൻ ഈക്വൽ ടു 1 എന്നുള്ളതിനെ ട്രൂ ചെയ്യണം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ നാച്ചുറൽ നമ്പർ എൻ എന്നുണ്ടായിരിക്കും. ആ എന്നിനെ 1 എന്ന് കൊടുത്ത് ആ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ദാറ്റ് ഈസ് പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഇൻവോൾവ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റിനെയാണ് പി ഓഫ് എൻ എന്ന് പറയുന്നത്. എഗൈൻ പി ഓഫ് 1 എന്ന് പറയുന്നത് എന്തിനാ? ആ എന്നിന് പകരം 1 എന്ന് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റേറ്റ്മെന്റ്. എൻ എവിടെയാണോ ആ സ്റ്റേറ്റ്മെന്റിൽ ഉള്ളത് ആ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കുക? 1 എന്നുള്ളത് അപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് കിട്ടും. തന്നെ അതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ പി ഓഫ് 1 ഈസ് ട്രൂ. ആൻഡ് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഇഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ എൻ ഈസ് ഈക്വൽ ടു കെ. ആദ്യം എന്നിന് 1 എന്ന് കൊടുക്കുന്നു. സെക്കൻഡ് എന്ത് പറയണം? എന്നിന് കെ എന്ന് കൊടുക്കുന്നു. കെ ഈസ് വേർ കെ ഈസ് സം പോസിറ്റീവ് ഇൻഡിജേഴ്സ്. കെ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണ്. ഏതൊക്കെയാ പോസിറ്റീവ് ഇൻഡിജേഴ്സ്? 1 2 3 അങ്ങനെ പോകുന്നു, അല്ലേ? 0 1 2 3 അങ്ങനെ പോകുന്നു.
അപ്പോൾ where k is some positive integer, then the statement is also true for n is equal to k plus 1. അപ്പോൾ k എന്ന് n is equal to k എന്ന് ട്രൂ ആയിട്ടുണ്ടെങ്കിൽ അടുത്തത് എന്താ വേണ്ടത്? സ്റ്റേറ്റ്മെന്റ് ഈസ് ആൾസോ ട്രൂ ഫോർ n is equal to k plus 1. ദെൻ n-ന് k plus 1 കൊടുക്കുക. അതും ട്രൂ ആയി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ട്രൂത്ത് ഓഫ് p of k implies the truth of p of k plus 1. kക്ക് ട്രൂ ആണെങ്കിൽ k plus 1-നും അതെന്തായിരിക്കും? ട്രൂ ആയിരിക്കും. then p of 1 is true for all natural number n. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് n-ന് 1 എന്നുള്ളത് ട്രൂ ആണ്, n-ന് k എന്നുള്ളത് ട്രൂ ആണ്, ദെൻ n-ന് k plus 1 എന്നുള്ളതും ട്രൂ ആണ്. 3 സ്റ്റെപ്പാണ്. ഫസ്റ്റ് വൺ n is equal to 1-ന് ട്രൂ ആണെന്ന് തെളിയിക്കും. സെക്കൻഡ് n is equal to k is some positive integer. ഏതെങ്കിലും 1-2 വാല്യൂസ് നമ്മൾ അപ്ലൈ ചെയ്യുക, അപ്പം അത് കറക്റ്റായിട്ട് അത് കിട്ടുകയാണെങ്കിൽ also true for n is equal to k plus 1. 1-നും kക്കും ട്രൂ ആണെങ്കിൽ അതെന്തായിരിക്കും? k plus 1-നും ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് p of n എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ട്രൂ ഫോർ ഓൾ n നാച്ചുറൽ നമ്പർ ആയിരിക്കും. എന്താ പറയുന്നത്? p of n is true for all natural numbers n. ഏതൊരു നാച്ചുറൽ നമ്പർ n-ന് കൊടുത്തു കഴിഞ്ഞാലും ആ p of n എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ സ്റ്റെപ്പ് പറയുന്നു, ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാപ്റ്റർ ആകെ അതേ പഠിക്കാനുള്ളൂ, 3 കാര്യം. ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ, ഏറ്റവും ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ n is equal to 1 എന്നുള്ളത് ട്രൂ ആണെന്ന് തെളിയിക്കുക. ദെൻ n is equal to k is some positive integer. എഗെയിൻ അത് രണ്ടും n is equal to 1 എന്നുള്ളത് ട്രൂ ആണ്, n is equal to k എന്നുള്ളതും ട്രൂ ആണെങ്കിൽ ദെൻ ആൾസോ ട്രൂ ഫോർ n is equal to k plus 1. അത് തീർച്ചയായിട്ടും എന്തിനും കൂടെ ട്രൂ ആയിരിക്കും? k plus 1-നും കൂടെ ട്രൂ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് 3ഉം ട്രൂ ആണെങ്കിൽ മസ്റ്റ് ബി ട്രൂ ഫോർ ഓൾ n belongs to n, അഥവാ ട്രൂ ഫോർ ഓൾ നാച്ചുറൽ നമ്പർ. എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നോക്കാം. പ്രൂവ് ദാറ്റ് 2 raised to n greater than n. 2 raised to n greater than n for all positive integers n. 2 raised to n greater than n. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഏതിനൊക്കെ ട്രൂ ആണെന്ന്? പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആയിട്ടുള്ള n-നെ ട്രൂ ആണെന്നിരിക്കണം. നോക്ക്, ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ലെറ്റ് p of n equal to 2 raised to n greater than n. നമുക്ക് തന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്? സപ്പോസ് ചെയ്യാണ് p of n ആയിട്ട്. അപ്പം വേർ n is equal to 1. സെക്കൻഡ് n-ന് 1 എന്ന് കൊടുക്കുക. ദെൻ അപ്പം എന്താ വരിക? n-ന് 1 എന്ന് കൊടുക്കുമ്പോൾ 2 raised to 1 greater than n-ന് 1 കൊടുക്കുക. 2 greater than 1 അല്ലേ? 2 is greater than 1. hence p of 1 is true. Next എന്ത് കൊടുക്കണം? assume that p of k is true for any positive integer. അപ്പം 2 raised to k, n-ന് അവിടെ 2k എന്ന് കൊടുക്കുക. then 2 raised to k greater than k. 2 raised to k greater than k. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് വേറൊരു വാല്യൂ കൊടുക്കുന്നു. 2 raised to kക്ക് 2 എന്നുള്ള വില കൊടുക്കുന്നു. അപ്പോൾ 2 raised to greater than 2. അപ്പോൾ എന്താ വരുന്നത്? 4 greater than 2. ഇത് ഓക്കെ അല്ലേ? ഇനി again 3 എന്നുള്ള വില കൊടുക്കുന്നു. 2 raised to 3 greater than 3. അപ്പോൾ എന്താ വരിക? 9 greater than 3. ഇതും ഓക്കെ ആണ് അല്ലേ? അപ്പോൾ 2k സം പോസിറ്റീവ് ഇൻറ്റിജർ, ഏത് ഇൻറ്റിജർ കൊടുത്തു കഴിഞ്ഞാലും ഓക്കെയാണ്. അപ്പോൾ 2-ന് 2 എന്ന് കൊടുക്കുമ്പോൾ 2 square greater than 2. അപ്പോൾ 4 greater than 2 is true. again 2 raised to 3 greater than 3. 2 raised to 3 9 അല്ല 8. 2 raised to 3 8. 2 into 2 into 2. 2 raised to 2 into 2 4. 4 into 2 8. അപ്പം 8 greater than 3. it is true അല്ലേ? അപ്പം ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ കേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. വി ഷോൾ നൗ പ്രൂവ് ദാറ്റ് p of k plus 1 is true whenever p of k is true. p of k ട്രൂ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? k plus 1 കൂട്ടും. then multiplying, നമുക്ക് ഇനി അതിൻ്റെ ഏതെങ്ങനെയാണ് നോക്കാം. multiplying both sides of 1. ഈ ഇക്വേഷനെ നമ്മൾ 1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ both sides of 1 by 2.
2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ദെൻ വി ഗെറ്റ് ഇതിനൊന്ന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? 2 × 2 raised to k greater than 2 × k. അപ്പം എന്ത് വരുന്നുണ്ട്? 2 × a raised to m × a raised to n is equal to a raised to m plus n. ഇത് പഠിച്ചിട്ടില്ലേ? a raised to m × a raised to n equal to a raised to m plus n. ഇതേ രീതിയിലാണ് 2 raised to k. ഇവിടെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 raised to 1 ഉണ്ട്. അപ്പോൾ 2 raised to k plus 1 greater than 2k. 2k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? k plus k. ആ k plus k greater than k plus 1 ആണ്. കാരണം k is some positive integer. അപ്പോൾ എന്തായാലും 1-നേക്കാൾ വലുതായിരിക്കും k എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ k plus k ഇനി 1 ആണെന്നുണ്ടെങ്കിൽ നോക്കൂ, 1 plus 1 greater than 1 plus 1, 2 plus 2 greater than 2 plus 1, 3. അപ്പോൾ എന്തായാലും k plus k greater than k plus 1 ആയിരിക്കും. k plus k greater than k plus 1 ആണ്. അപ്പോൾ that is p of k plus 1 is true when p of k is true. p of k true ആയതുകൊണ്ട് p of k plus 1 കൂടെ true ആണ്. Hence by principle of mathematical induction, p of n is true for every positive integer n. ഏറ്റവും ചെറിയൊരു പ്രോബ്ലം ആണ്. നെക്സ്റ്റ് നമുക്ക് 1-2 പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ പറയുന്നത്? 2 raised to k greater than 2 raised to n greater than n എന്ന സ്റ്റേറ്റ്മെന്റ് ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സിന് ട്രൂ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ ആദ്യം 1 എന്ന് കൊടുത്തു, 2 raised to 1 greater than 1, it is true. Again 2k എന്ന് കൊടുത്തു, 2 raised to k greater than k. അപ്പോൾ kക്ക് ഏത് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാലും ആ സ്റ്റേറ്റ്മെന്റ് അഥവാ അത് ട്രൂ ആയിരിക്കും. Then p of 1 is true, p of k is true, then also p of k plus 1 is true. അപ്പോൾ p of k plus 1 കൊടുക്കുന്നു. അപ്പം അതിനാണ് തേർഡ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ രണ്ട് സൈഡിലും അത് നമുക്ക് ട്രൂ ആണെന്ന് കിട്ടി. എന്നിട്ട് ലാസ്റ്റ് എഴുതേണ്ടത് എന്താ? ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ p of 1 is true, p of k is true, then also p of k plus 1 is true all പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് n. ക്വസ്റ്റ്യനിൽ എന്താണോ അത് നമുക്ക് കൊടുക്കാം. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ആണ്, അങ്ങനെ ചിലപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും ചോദിക്കാം. അപ്പം എന്താണോ ചോദിക്കുന്നത് വെച്ചാൽ അതിനത് എന്ന് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടെ പറയുന്നു, ലാസ്റ്റ് എല്ലാം നമ്മൾ പ്രൂവ് ചെയ്തതിനു ശേഷം എഴുതേണ്ടത് p of 1 is true by mathematical induction, p of 1 is true, p of k is true, then also p of k plus 1 is true for all positive integers n. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ഇൻഡക്ഷൻ മെത്തേഡിൽ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഫോർ എവറി പോസിറ്റീവ് ഇൻറ്റിജർ n പ്രൂവ് ദാറ്റ് 7 raised to n minus 3 raised to n is divisible by 4. 7 raised to n minus 3 raised to n is divisible by 4. അതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അത് നോക്കാം. ലെറ്റ് p of n ആദ്യം പറഞ്ഞു, ആദ്യം തന്നിരിക്കുന്നതിനെ ഏതൊരു സ്റ്റേറ്റ്മെന്റ് ആവട്ടെ അതിനെ n ആയിട്ട് അസ്യൂം ചെയ്യാം. p of n is equal to 7 raised to n minus 3 raised to n is divisible by 4. 7 raised to n എന്ന് n minus 3 raised to n എന്ന് പറയുന്നത് divisible by 4 ആണെന്നുള്ളത് അസ്യൂം ചെയ്യാം. p of n ആയിട്ട് കൊടുക്കുക. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? p of 1. അപ്പം p of 1 is equal to 7 raised to 1 minus 3 raised to 1. 7 raised to 1 is equal to 7. 3 raised to 1 is equal to 3. Then 7 minus 3 is equal to 4. So 4 which is divisible by 4, that is p of 1 is true. Next എന്ത് പറഞ്ഞു? Let p of k be true for some positive number k, natural number k, that is p of k equal to, നമ്മൾ ഫസ്റ്റ് 1 n എന്ന് അസ്യൂം ചെയ്ത് അത് കഴിഞ്ഞ് 1 എന്ന് കൊടുത്തു, നെക്സ്റ്റ് k. അപ്പം p of k equal to 7 raised to k minus 3 raised to k is divisible by 4. We can write 7 raised to k minus 3 raised to k is equal to 4d. നമ്മൾ എഴുതാണ് where d belongs to n. എങ്ങനെയാണ് നമുക്ക് ഏതെങ്കിലും ഒരു വാല്യൂസ് അതിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 7 സ്ക്വയർ കൊടുത്തു നോക്കാം. 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, 7 സ്ക്വയർ എത്രയാ? 49 minus 9 is equal to 40. 40 is divisible by 4. k is equal to 2. k ക്ക് 2 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ 7 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ, then 49 minus 9 അല്ലേ ഈക്വൽ ടു 40.
3 കൊടുത്തു കഴിഞ്ഞാലും അത് എന്ത് തന്നെയാണ് 7 ക്യൂബ് മൈനസ് 3 ക്യൂബ് അത് നമുക്ക് കിട്ടുന്നത് ഡിവിസിബിൾ ബൈ 4 ആണ്. ഓക്കെ, അപ്പം 7 റേസ് ടു കെ മൈനസ് 3 റേസ് ടു കെ എന്നുള്ളതിന് കേക്ക് ഏത് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് കൊടുത്തു കഴിഞ്ഞാലും ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4. അതുകൊണ്ടാണ് അതിനെ നമുക്ക് എന്ത് എഴുതാൻ കഴിയുന്നത്? 7 റേസ് ടു കെ മൈനസ് 3 റേസ് ടു കെ ഈക്വൽ ടു 4d where d belongs to n നാച്ചുറൽ നമ്പർ. ദെൻ അടുത്തത് എന്താ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്? k plus 1 എന്നുള്ളത് അല്ലേ. അപ്പം we wish to prove p of k plus 1 is true whenever p of k is true. Now 7 raised to k plus 1 k കഴിഞ്ഞു, k plus 1 കൊടുക്കുകയാണ്, k plus 1 minus 3 raised to k plus 1. അപ്പം ഇതിനെ നമുക്ക് ഒരു ഇതൊന്ന് ഈ 7 raised to k plus 1 ഇതിൽ നിന്നും 7 into 3 പ്ലസ് കണ്ടോ ഇവിടെ ഒന്ന് മൈനസ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം അതിനൊന്ന് പ്ലസ് ചെയ്യുന്നുമുണ്ട്. 7 into 3 raised to k plus 7 into 3 raised to k. അപ്പോൾ ഇത് പ്ലസും ഇത് മൈനസും അതവിടെ നമുക്ക് പോയി. പക്ഷെ നമുക്കിതിലേക്ക് ആൻസറിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്തത്? ആഡ് ചെയ്യുകയും സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ 7 raised to k plus 1 മൈനസ് ഇവിടെ 3 raised to k plus 1 ഇവിടെ തന്നെ ഉണ്ട്. ഈ ഒരു രണ്ട് ടേമിനെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നു, ഒപ്പം ആദ്യം സബ്സ്ട്രാക്ട് ചെയ്യുന്നു, ഒപ്പം ആഡ് ചെയ്യുന്നു. അപ്പം ഈ രണ്ട് ടേമിലും കൂടിയിട്ട് എന്തുണ്ട്? 7 into k plus 1 എന്ന് പറഞ്ഞാൽ 7 raised to k into 7 അതാണ് 7 raised to k plus 1. 7 raised to k plus 1 equal to 7 raised to k into 7. അപ്പോൾ 7 അതിനെ ഔട്ട് സൈഡ് എടുത്തു, ബാക്കി ഇവിടെ 7 raised to k മൈനസ് ഇവിടെ 3 raised to k പ്ലസ് ഇതിൽ രണ്ടിലും എന്തുണ്ട്? 3 raised to k ഉണ്ട്. അപ്പോൾ ഇവിടെ 7 മൈനസ് 3 ഓക്കെ ഈക്വൽ ടു ഇവിടെ 7 raised to k മൈനസ് 3 raised to k നമ്മൾ 4d എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 7 into 4d പ്ലസ് 7 മൈനസ് 3 എന്താ വരുന്നത്? 4 into 3 raised to k. അപ്പോൾ ഇതിൽ രണ്ടിലും 4 ഉണ്ട്. ദെൻ 4 into ഇവിടെ ബാക്കി 4 എടുത്തു കഴിഞ്ഞാൽ 7 into d 7d പ്ലസ് 3 raised to k അല്ലേ. അപ്പോൾ 4 into 7d പ്ലസ് 3 raised to k. അപ്പം 7d പ്ലസ് 3 raised to k എന്നുള്ള ഇതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും 4 കൊണ്ട് ഡിവൈസിബിളും കൂടെ ചെയ്യാൻ സാധിക്കും. ഫ്രം ദ ലാസ്റ്റ് ലൈൻ വി സീ ദാറ്റ് 7 raised to k plus 1 minus 3 raised to k plus 1 is divisible by 4. Thus p of k plus 1 is true when p of k is true. p of k true ആണെങ്കിൽ p of k plus 1 കൂടെ ട്രൂ ആയിരിക്കും. Therefore by principle of mathematical induction for the statement is true for every positive integer n. അപ്പോൾ p of k ട്രൂ ആണെങ്കിൽ p of k plus 1 കൂടെ ട്രൂ ആയിരിക്കും every positive integer n. സ്റ്റാർട്ട് ചെയ്തിട്ട് p of n എന്ന് കൊടുത്തു, then p of 1 എന്ന് കൊടുത്തു, p of k കൊടുത്തു, then ലാസ്റ്റ് p of k plus 1 അത് ട്രൂ ആയിരിക്കും. എന്നിട്ട് ലാസ്റ്റ് എഴുതേണ്ടത് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ p of 1 is true, p of k is true, then also p of k plus 1 is true for all positive integer n. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഇതിലെ ഈ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കൂടെ നോക്കാം. പ്രൂവ് ദാറ്റ് 1 square plus 2 square plus etc. n square greater than n cube by 3, n belongs to n. Let p of n be the given statement. നമുക്ക് തന്ന സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ p of n ആയിട്ട് കൊടുക്കുന്നു. That is p of n equal to 1 square plus 2 square plus etc. plus n square greater than n cube by 3. We know that p of n is true for n is equal to 1. നോക്കാം അതെങ്ങനെയാ? 1 സ്ക്വയർ ഇവിടെ നമ്മൾ ആദ്യം എന്നിന് പകരമാണ് 1 കൊടുക്കുന്നത്. ഇപ്പം ഇവിടെ ടേം വൈസ് ആയിട്ടാണ്, അതായത് പ്ലസ് വരുന്നുണ്ട് അതിൻ്റെ ഇടയിൽ 1 + 2 + അങ്ങനെയുള്ളത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ n എന്ന് പറയുമ്പോൾ നോക്കൂ 1 സ്ക്വയർ ഇവിടെ ഫസ്റ്റ് p of 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. p of 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ടേം. p of 3 എന്ന് പറഞ്ഞാൽ സം ഓഫ് ഫസ്റ്റ് സെക്കൻഡ് ആൻഡ് തേർഡ് ടേം. അതാണ് നോക്കേണ്ടത്. ഇവിടെയാണ് 1 സ്ക്വയർ, ഇതാണ് p of 1. p of 2 എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ ഗ്രേറ്റർ ദാൻ 1/3. അപ്പോൾ 1 ഗ്രേറ്റർ ദാൻ 1/3 ഇറ്റ് ഈസ് ട്രൂ. Again assume that p of k is true. p of k is true. p of k equal to 1 square plus 2 square plus etc. plus k square. n-ന് പകരം k കൊടുത്തു, വേറെ ഒന്നും ചെയ്തിട്ടില്ല. Greater than k cube by 3. We shall now
പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1, ഇതും എന്തായാലും അത് ശരിയാണ്. കേക്ക് നമ്മൾ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും അത് ഓക്കെ ആയിരിക്കും. ഇപ്പൊ ഇനി വേണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഒരു 2 എണ്ണം കൂടെ കൊടുത്തു നോക്കാം. പി ഓഫ് കെ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ, അപ്പോൾ 1 പ്ലസ് 4 എത്രയാ 5 ഗ്രേറ്റർ ദാൻ 2 എന്ന് കൊടുക്കുമ്പോൾ 8/3, 8/3 5 ആണ്. 8/3നേക്കാളും വലുത് വരുന്നത്. അപ്പം പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ whenever p of k is true. We have 1 square plus 2 square plus 3 square plus etc. plus k square plus k plus 1 whole square equal to, ദാ ഇവിടെ ഇതിനെ മാത്രം എഴുതി 1 square 2 square plus etc. plus k square plus k plus 1 whole square greater than k cube by 3 plus k plus 1 whole cube by 3 equal to 1/3. ഇതിൽ നിന്നെല്ലാം മൃത്തരം 1/3 into k cube plus 3k square, ഇതിനെല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും k cube plus 3k square plus 6k plus 3 again 1/3. ഇതിനെ മൊത്തം മാറ്റി എഴുതുമ്പോൾ k plus 1 whole cube plus 3k plus 2 greater than 1/3 into k plus 1 whole cube. അപ്പം ഈ 1/3 into k plus 1 whole cubeനേക്കാളും ഗ്രേറ്റർ ആണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അഥവാ k plus 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോഴും അതെന്താണ്, അത് ഗ്രേറ്റർ ആണ്, അത് ട്രൂ ആണ്. Therefore p of k plus 1 is true whenever p of k is true. By mathematical induction, for all n is p of n is true for all n positive integer or for all n belongs to n natural number. എന്താണോ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്, ഇവിടെ നാച്ചുറൽ നമ്പർ ആയതുകൊണ്ടാണ് താഴത്തെ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഒന്നുകൂടെ ഞാൻ പറയുന്നു, തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് എൻ ആയിട്ട് കൊടുക്കുക, ദെൻ പി ഓഫ് 1, പി ഓഫ് കെ പ്ലസ് 1. ഈ ഒരു 4 സ്റ്റെപ്പ് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. എല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് 1 ഈസ് ട്രൂ, പി ഓഫ് കെ ഈസ് ട്രൂ, ദെൻ ആൾസോ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ ഫോർ ഓൾ പോസിറ്റീവ് ഇൻറ്റിജർ നാച്ചുറൽ നമ്പർ ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, അപ്പോൾ ഈ തരത്തിലാണ് ഈ ഒരു ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാതും ഇത്രയേ ഉള്ളൂ ഇതിൽ പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ പ്രോബ്ലംസ് നമുക്കിനി അടുത്ത ക്ലാസ്സുകളിൽ ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ നന്നായിട്ട് വാച്ച് ചെയ്യാം. ബൈ ബൈ, താങ്ക് യു.